ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേണിംഗ് പുതിയൊരു പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഡിക്ഷനോട് ചത്തില്ല നമ്മുടെ ചാനൽ. ഓക്കെ, ഇനിയിപ്പോ എന്തുവാണ് നമ്മുടെ ബയോളജിയിലെ SLC ബയോളജിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് എക്സ്പെക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ സെറ്റാണ് നമ്മൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. സോ നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ഒരു മോസ്റ്റ് 10 ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ ചോദ്യം വരും വന്നിരിക്കും എന്നതുപോലെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്ന ചോദ്യങ്ങളാണ്. അതിനു മുമ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ശ്രമിക്കാം. പിന്നെ നിങ്ങൾ നൽകേണ്ടത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. എന്നാൽ നോട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിത്തിൻ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഒരു മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മാർക്ക് വരുന്ന 2 സെറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറയാം, അതായത് ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ജനിതകത്തിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് ഫസ്റ്റ് ചോദ്യം. ഫാദർ എന്ന് പറയാൻ അറിയപ്പെടുന്ന ആരാണ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ അല്ലെ. ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണ് ഇതിന്റെ എന്ത് അറിയപ്പെടുന്നത്, ഇതിന്റെ ഒരു ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഒരു 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിരിക്കാം. പിന്നെ നെക്സ്റ്റ് നോക്കാം, വിച്ച് ഓർഗാനിസം വാസ് യൂസ്ഡ് ബൈ മെൻഡൽ ഫോർ എക്സ്പെരിമെന്റ്. മെൻഡൽ ഏത് ഓർഗാനിസം ആണ്, ഏതിനെ കൊണ്ടാണ് ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്? അത് PA പ്ലാന്റ് ആണ്. PA പ്ലാന്റ് അഥവാ പയർ സസ്യത്തെ കുറിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെൻഡൽ ആ ഒരു കാര്യം ഷെയറാക്കിയിട്ടുള്ളത്. അപ്പൊ അതും പഠിച്ചു വെക്കുക. പിന്നെ 2 മാർക്കിന്റെ 2 സെറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2 മാർക്കിന്റെ 2 സെറ്റ് ചോദ്യം നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നതിന്റെ അർത്ഥം എന്താണ്? അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗങ്ങളാണ്. അപ്പം ആ ഒരു ഭാഗം കൂടി നിങ്ങൾ നോക്കണം. ടെക്സ്റ്റ് ബുക്ക് ഓരോന്നായിട്ട് നോക്കണം. അവിടെയൊക്കെ ചെറിയ ഷോർട്ട് ആൻസേഴ്സ് ആണ് കൊടുത്തത്. നിങ്ങൾ മെയിൻ ആൻസർ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഒരു 2 ലൈൻ ഒക്കെ പഠിച്ചു പോവുക. അടുത്ത് ഡിഫൈൻ ദ ടേംസ് ഓഫ് ഫോണോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. അതിനെ കുറിച്ച് നിങ്ങൾ നോക്കുക. അതായത് ഒബ്സർവേഷൻ, ട്രേഡ്, അതേപോലെ ജനറ്റിക്, മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു 2 ആൾക്കാരെ പേരും വെച്ച് നോക്കാം. 1 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതേപോലെ 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യങ്ങളൊക്കെ 12ാമത് ചോദ്യം. നെക്സ്റ്റ് നോക്കാം. അടുത്ത ചോദ്യം 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യമാണ്. അത് സ്റ്റേജ് 3 കൺക്ലൂഷൻ ഓഫ് മെന്റൽ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റിലെ 2 കൺക്ലൂഷൻ ചെയ്ത ചോദിച്ചിട്ടുണ്ട്. 3 കൺക്ലൂഷൻ ചെയ്ത ചോദിച്ചിട്ടുണ്ട്. അതിലൊന്ന് ജീൻസ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കാൻ ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്നില്ല, നമുക്ക് ടൈം കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. അതായത് ഈ ഒരു മെന്റലിന്റെ ഈ ഒരു എക്സ്പെരിമെന്റിലെ മെന്റലിന്റെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ ആണ് മെന്റലിന്റെ ഈ ഒരു എക്സ്പെരിമെന്റിലെ കൺക്ലൂഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ആ ചോദിച്ചിട്ടുള്ള കൺക്ലൂഷൻ 3 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ അതൊന്ന് നോക്കാം. ഒരു വിദ്യാഭ്യാസ വെള്ളം. ഓക്കെ, മെന്റലിന്റെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഈ ഒരു ഭാഗം നിങ്ങൾ ചെയ്യാൻ പഠിച്ചു വെക്കാം. പിന്നെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ അലീൽ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. അലീലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ അതിന്റെ ഒരു എക്സാമ്പിൾ ഏതാണ് നിങ്ങൾക്ക് ഓണം എക്സാമ്പിൾ ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. പഠിച്ചു വെക്കാം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. 4 മാർക്കിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് എക്സ്പെക്ടഡ് 100% ഗ്യാരണ്ടി ചോദ്യമാണ്. അതായത് ഇത് വന്നിട്ടില്ല എങ്കിൽ ക്ലിയർ ചോദ്യമാണ് ഇതിവിടെ നമ്മൾ നൽകുന്നത്. ക്ലിയർ ചോദ്യമാണ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ചോദ്യമാണിത്. എന്താണെന്നറിയോ, നമ്മുടെ ഈ ഒരു മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ഇല്ലേ, അതിന്റെ റേഷ്യോസ് കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ ക്രോസ് ചെയ്യാനുള്ള ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. TT എന്ന് പറഞ്ഞാൽ പോള്, അതേപോലെ ടാള്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പെരിമെന്റൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ നൽകാം. 4 മാർക്കിൽ വരുന്ന ചോദ്യമാണ്. പഠിച്ചു വെച്ചോളാം. 3:1 റേഷ്യോ അനുപാതമാണ് ടോള് ഡ്രോപ്പ്. അതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബയോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചു. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഒരു അങ്ങോട്ടും കുറെ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം ഇതാണ് നമ്മുടെ ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടത്. അപ്പൊ നമ്മൾ ഇനിയും ചോദ്യങ്ങളൊക്കെ തരും. അൺലിമിറ്റഡ് ചോദ്യങ്ങൾ നിങ്ങൾ തരും. കുറച്ച് ചോദ്യമല്ല നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.
കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ചാനലൊക്കെ ഫോളോ ചെയ്യുക. അതേപോലെ മാക്സിമം എല്ലാവരിലേക്ക് വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറാക്കാം, നമുക്ക് അടിപൊളിയാക്കാം. ഈ ഒരു വർഷം വീഡിയോസ് കേൾക്കാനുണ്ട്. അപ്പോൾ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ ബയോളജിയിലെ ചാപ്റ്റർ മെഡിസിൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മാത്സിലേക്ക് പോകാം. മാത്സിലെ പ്രശ്നങ്ങൾ നമുക്ക് വീണ്ടും വരാം. ഓക്കെ, സോ ബൈ, താങ്ക് യു.